MC റോഡ് വഴി ഇങ്ങനെ വരികയാണ്. കാഴ്ചയൊക്കെ കണ്ട് ഒറ്റയ്ക്കുള്ള വണ്ടിയില്ലേ, ചായ കുടിച്ചോളാൻ വയ്യ. അപ്പം ഇതിന് മുന്നേ ഒരു കടയിൽ നിർത്തി. അപ്പം സമയം ഇപ്പം 4:05 ആവാൻ പോകണം. അപ്പം അവിടെ ചായ ആയിട്ടില്ല. ആ കടയിൽ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ചായ ആയിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ കൊട്ടാരക്കര കിച്ചൺ എന്നും പറഞ്ഞ് ഒരെണ്ണം കണ്ടത്. അപ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞ് അടൂർ പോണ ഒരു റൂട്ടിലാണ് MC റോഡിലുള്ളത്. അങ്ങനെ അവിടെ നിർത്തി. അപ്പം പൊരിപ്പൊക്കെ നല്ല ചായ ചെറുകടികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയും നല്ല രസവും, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. വണ്ടി പോകുമ്പോഴേക്കും നിർത്താം. അപ്പം കടികളൊക്കെ ആവശ്യത്തിനുണ്ട്. അങ്ങനെ അവിടെ നിർത്തി. അപ്പം ഞാൻ ഒരു ചായ ഒരു പഴംപൊരിയാണ് പറഞ്ഞത്. പഴംപൊരി വന്ന് ചായ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ ഒതുക്കിയൊക്കെ ഇടാനുള്ള സ്ഥലമുണ്ട്, പിന്നെ അതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ വേറൊരു ബസ് വന്ന് ചായ കുടിക്കാനായിട്ട് നിർത്തിയാണ്. ഞാൻ ബസ് വന്ന് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സെക്യൂരിറ്റിയാണ് കേട്ടോ. കക്ഷി വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ വന്ന് നിന്ന് വിസിലൊക്കെ അടിച്ച് വണ്ടി കയറ്റാനായിട്ട്, അതായത് നമ്മൾ ജോലി ചെയ്ത് നമ്മളിവിടെ ആളിനെ വിളിച്ച് കയറ്റണം, അല്ലെങ്കിൽ ഇത് നമ്മളെ ചോറാണ് എന്ന ഒരു തിരിച്ചറിവിലൂടെയാണ് പുള്ളി ജോലി ചെയ്യുന്നത് എന്നെനിക്ക് തോന്നി കേട്ടോ. ഇവിടെ ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം പഞ്ചായത്തിൻ്റെ തന്നെ മറ്റേ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ആ പദ്ധതിയുടെ പ്രകാരമുള്ളതാണ് MC റോഡിൽ ഈ പറഞ്ഞ ലൊക്കേഷൻ. അതായത് നമ്മൾ കൊട്ടാരക്കര കഴിഞ്ഞ് പുത്തൂർ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് വരുമ്പോഴത്തേക്കാണ് ഈ സ്ഥലമുള്ളത്. വഴിയോര വിശ്രമ കേന്ദ്രം കേരള സർക്കാരിൻ്റെ ആണ് പദ്ധതി. കേരള സർക്കാരിൻ്റെ ആണെന്ന് തോന്നുന്നു പദ്ധതി. അപ്പോൾ സർക്കാർ പദ്ധതിയാണ് എന്തായാലും. പദ്ധതിയുടെ ഡീറ്റെയിലൊക്കെ വെച്ചിട്ടുണ്ട്. എറായം എന്നാണ് ഇതിന് പേരിട്ടേക്കുന്നത്. കുളക്കട ഗ്രാമപഞ്ചായത്തിനാണ് കേട്ടോ. വളരെ നല്ലൊരു പദ്ധതിയാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോഴത്തേക്ക് രാത്രി ഉണ്ടെന്ന് എനിക്കറിയാം, എത്ര മണി വരെ ഉണ്ടെന്ന് അറിയാൻ. എന്നാലും രാത്രി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഒതുക്കി ഒന്ന് ബാത്റൂമിലൊക്കെ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുമായിരിക്കും. MC റോഡിൽ വേറെ 12 സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൊട്ടാരക്കര കിച്ചൺ. ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ദൂരെ പോയപ്പോഴത്തേക്ക് നല്ല മീൻ പൊരിച്ചതിൻ്റെ ഒക്കെ മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ നല്ല കമ്പനി ഉണ്ട്. നാളെ വരുന്നുണ്ട്. എൻ്റെ പേരെന്തോ? പത്തനാപുരത്താണ് വീട്. അപ്പോൾ ഈ ചേട്ടൻ്റെ പേര് സുരേന്ദ്രൻ എന്നാണ്. പുള്ളിയുടെ വീട് പത്തനാപുരത്താണ്. എന്തെന്ന് പറഞ്ഞാലും പുള്ളി വരുന്ന വാഹനങ്ങളൊക്കെ പുള്ളിയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പാർക്ക് ചെയ്യുന്നതിനും കാര്യങ്ങളും ഒക്കെ. അത് മാത്രമല്ല, ഞാൻ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞ് നിങ്ങൾ വരുന്ന വണ്ടിക്കാരത്തൊക്കെ ഇനി പരിചയമുള്ള വണ്ടിക്കാരത്തൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞ്. കക്ഷി അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും കക്ഷി ആ ജോലിയോടുള്ള താല്പര്യം കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എന്നിരുന്നാലും കൊള്ളാം, നല്ല ഫെസിലിറ്റി ഉണ്ട്. അതിനുപരി ചെന്ന് കയറുമ്പോൾ നമ്മൾ ഏത് കടയാലും ആദ്യം കാണുന്ന സെക്യൂരിറ്റിക്കാരാണ്. അവരുടെ പെരുമാറ്റം കണക്കെ ഇരിക്കും. നല്ല പെരുമാറ്റമാണ് കേട്ടോ സുരേന്ദ്രൻ ചേട്ടൻ്റെ. അതുമാത്രമുള്ള കാര്യങ്ങളൊക്കെ കൊള്ളാം. അപ്പം നിങ്ങൾ